ഇപ്പോൾ വി കെ സനോജ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. വി കെ സനോജ്, ഈ യദുവിനെതിരായ റോഷ്നിയുടെ പരാതിയിൽ ഡിപ്പോയിലെ ഷെഡ്യൂൾ വിവരങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. ജൂൺ 18-ന് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്നും വഴിക്കടവിലേക്ക് യാത്ര തിരിച്ച വണ്ടി 19-ന് തിരിച്ചെത്തി. 19-ന് കുന്നംകുളത്ത് അപമാനിക്കപ്പെട്ട സംഭവം ഉണ്ടായെന്നായിരുന്നല്ലോ റോഷ്നിയുടെ ആരോപണം. ആ സംഭവത്തിൽ ബസ് ഓടിച്ചത് യദു തന്നെയുള്ള KSRTCയുടെ ഷെഡ്യൂൾ വന്നിരിക്കുന്നു. ആ ഷെഡ്യൂൾ സഹിതമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നതിനോട്? കുറച്ചു ദിവസമായി കേരളത്തിലെ പ്രധാനപ്പെട്ട കുറെ മാധ്യമങ്ങൾ യദുവിനെ ഒരു മഹാപുരുഷനായി ചിത്രീകരിച്ച് വലിയ രൂപത്തിൽ ആര്യക്കെതിരായ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമൂഹം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഈ പെൺകുട്ടികൾക്ക് നേരൊക്കെ ഇങ്ങനെ അക്രമം നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത് എന്നാണ്. ഈ കേസിൽ തന്നെ ഉയർന്നു വന്നൊരു ചോദ്യം എന്താണ്? സിനിമാ നടി എന്തുകൊണ്ട് അന്നേരം ചോദിച്ചിട്ടില്ല എന്ന ചോദ്യമാണ്. അപ്പൊ അതിന്റെ മറുപടി അവർ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ, ആ ആളുകളുടെ രാഷ്ട്രീയം നോക്കിയിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇതിനകത്തൊക്കെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഇത് പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ആര്യയെപ്പോലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാള്, അയാൾ ഈ ഡ്രൈവറുമായിട്ട് ഒരു മുൻവൈരാഗ്യവുമില്ല, ഡ്രൈവറെ പരിചയം പോലുമില്ല. പക്ഷെ എന്തുകൊണ്ട് ആര്യക്ക് അങ്ങനെ അല്പം പ്രകോപനത്തോടുകൂടി അവിടെ ഇടപെടേണ്ടി വന്നു? അത് നമ്മുടെ സമൂഹം പെൺകുട്ടികളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തി കൂടിയാണ്. എവിടെയെല്ലാം ഇങ്ങനെയുള്ള അനീതി ഉണ്ടാവുന്നുണ്ടോ അവിടെയെല്ലാം ധൈര്യത്തോടുകൂടി, തന്റെ ഇടത്തോടുകൂടി ചോദ്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നാണ്. ആ ഒരു നിലപാട് മാത്രമാണ് ആര്യ സ്വീകരിച്ചത്. പക്ഷെ ആര്യ CPM ആയിപ്പോയി, ആര്യ DYFI ആയിപ്പോയി, ആര്യ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ മൂന്നാംകിട പുറവെട്ടനെ ന്യായീകരിക്കുന്ന അങ്ങേയറ്റത്തെ മലിനസമായിട്ടൊരു കാഴ്ചയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല വിധത്തിലും ആളുകൾ ന്യായീകരണമായി വന്നപ്പോഴാണ് ചില പരാതികൾ കൂടി വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നത്. ആ നടിക്കെതിരായിട്ടുള്ള പരാതി വളരെ ജെന്യൂനായിട്ടുള്ള പരാതിയാണ്. ആ നടിക്കും ഈ കക്ഷിയുമായിട്ട് മുൻകാല വൈരാഗ്യം ഒന്നുമില്ല. ഇവന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു. ഇപ്പൊ പ്രതികരിക്കണമെന്ന് തോന്നി, അവർ പ്രതികരിച്ചു. അപ്പൊ ഇനിയും ഒരുപാട് പരാതികൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഇയാളുടെ നാട്ടിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോ നാട്ടിലെ ഇയാളുടെ മറ്റു ചില കാര്യങ്ങളൊക്കെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഞാനിപ്പോ പറയുന്നില്ല. ഏതായാലും ഇവനെ പോലെയുള്ള ഒരു അങ്ങേയറ്റത്തെ സാമൂഹ്യ വിരുദ്ധ മനോഭാവം പ്രകടിപ്പിക്കുന്ന ആളുകളെ ന്യായീകരിക്കുന്ന മാധ്യമങ്ങളെ നമ്മുടെ സമൂഹം ബഹിഷ്കരിക്കേണ്ടതുണ്ട്. പെൺകുട്ടികൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ഹീനമായിട്ടുള്ള അതിക്രമത്തെ കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളിയിൽപ്പെടുത്തിയിട്ടല്ല അപലപിക്കേണ്ടതും അതിനെ പ്രതിരോധിക്കേണ്ടതും. അത് ആരായിക്കഴിഞ്ഞാലും XOR Y ആരായിക്കഴിഞ്ഞാലും നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കണം. അപ്പൊ ആര്യ വളരെ ധൈര്യത്തോടു കൂടി ആ കാര്യം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നാൽ പലതരത്തിൽ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ കണ്ടാൽ മതി. നേരത്തെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികളോട് ആ ട്രെയിൻ വെച്ച് ഒരു കഞ്ചാവിന് അടിമപ്പെട്ടിട്ടുള്ള ഒരു കക്ഷി മോശമായി പെരുമാറി. പോലീസ് ഈ കക്ഷിയെ ചോദ്യം ചെയ്യുകയും അയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചു. കേരളത്തിലെ പോലീസ് അങ്ങേയറ്റം ക്രൂരമായ പോലീസാണെന്നും ജനങ്ങളോട് മര്യാദയില്ലാതെ പെരുമാറുന്നു എന്നും പറഞ്ഞ് ചർച്ച സംഘടിപ്പിച്ച ചാനലുകൾ നമുക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് പറഞ്ഞു ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ കൊട്ടാരക്കരയിൽ നമ്മുടെ ഒരു സഹോദരി അതിക്രൂരമായി കൊലയപ്പെട്ടു. ഒരു യുവ ഡോക്ടറായിരുന്നു. അതും ഇങ്ങനെയുള്ള മദ്യലഹരിയിലായിട്ടുള്ള ഒരു പ്രതിയുടെ അങ്ങേയറ്റത്തെ ക്രൂരമായ നടപടിയായിരുന്നു. അന്ന് മാധ്യമങ്ങൾ ഉയർത്തിയ ചോദ്യം, എന്തുകൊണ്ടാണ് പോലീസ് അവിടെ തോക്ക് പ്രയോഗിക്കാത്തത്, എന്തുകൊണ്ട് പോലീസ് അയാളെ വെടിവെച്ചില്ല എന്നായിരുന്നു. അപ്പൊ രണ്ട് കാര്യത്തെ, ഈ രണ്ട് സംഭവത്തെ എങ്ങനെയാണ് മാധ്യമങ്ങൾ സമീപിച്ചത് എന്ന് നമ്മൾ കാണുകയാണ്. അപ്പൊ മാധ്യമങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു പക്ഷമുണ്ട്. അപ്പൊ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താൻ, ഇടതുപക്ഷത്തെ താറടിക്കാൻ എല്ലാ സംഭവങ്ങളെയും അവർ ഉപയോഗിക്കാം. മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ അങ്ങേയറ്റത്തെ ഇരട്ടത്താപ്പ് നിറഞ്ഞ സമീപനം കൂടിയാണ് നമുക്ക് കൂടുതലായിട്ടും ഈ വിഷയത്തെ മുൻനിർത്തി ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് ആര്യയെ ഒറ്റപ്പെടുത്തി ആര്യക്ക് നേരെ നടന്ന അക്രമത്തെ ന്യായീകരിച്ച് സമൂഹത്തിനകത്തൊരു പൊതുബോധം ഉണ്ടാക്കാനുള്ള ശ്രമം അവർ നടത്തുകയാണ്. ആ ശ്രമത്തെ എന്ത് വില കൊടുത്തും കേരളീയ പൊതുസമൂഹം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇന്ന് ആര്യയാണെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലെ സഹോദരിക്കായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരിക. അതുകൊണ്ട് ഇതെല്ലാം സഹിച്ച് വീട്ടിൽ പോയിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അതങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് യദുവിനെ പോലെയുള്ള ഇത്തരം ഹീനമായ സംസ്കാരത്തിന് ഉടമയായിട്ടുള്ള ആളുകളെ നമുക്ക് ഇനിയും ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. ഇനിയും കൂടുതൽ പരാതികൾ വരും എന്നാണ് അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും.